കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ആർ യു ഷുവറിൻ്റെ സീസൺ 1 റിലീസായത്. ആക്ച്വലി സീസൺ 1 ഇറങ്ങിയപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ രണ്ടാം ഭാഗം തന്നെ ഉണ്ടാവുമെന്ന്. ഫുൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ വീഡിയോ ആയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്, വളരെ ചുരുക്കി മാത്രമാണ്. സോ ഏതെങ്കിലും പാർട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എനിക്കെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ കമൻറ്റിലൂടെ പറഞ്ഞാൽ ഞാനത് തിരുത്തുന്നതായിരിക്കും. സോ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആർ യു ഷുവറിലെ ക്ലിപ്സ് എല്ലാതും അതുപോലെ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങളും എഡിറ്റൊക്കെ ചെയ്തിട്ടായിരിക്കും ക്ലിപ്സ് ആഡ് ആക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു മുഷിച്ചിലുണ്ടാവും, എന്നാലും വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരുമിച്ചൊരു യാത്ര ചെയ്യാന്നുള്ളത് ജിമിൻ്റെ സജഷനായിരുന്നു. 2023 ജൂലൈ 14-ന് ഗുഡ് മോർണിംഗ് അമേരിക്ക ഷോയിലെ JKയുടെ സിംഗിളായ 7ൻ്റെ പെർഫോമൻസിന് ശേഷമാണ് JK ജിമിൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. JKയുടെ ഡ്രൈവിങ്ങും ജിമിൻ്റെയും JKയുടെ എക്സ്പ്ലോറും രണ്ടിൻ്റെ ഫുഡടിയും കുരുത്തക്കേടുകളും അതിനിടയിൽ വീഡിയോ എൻട്രിയൊക്കെ ആയിട്ട് റിച്ച് ആയിരുന്നു ആർ യു ഷോ. പിന്നെ ഈ ഷോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് സ്വിമ്മിംഗ് പൂളും അതിൽ നീന്തി തുടിക്കുന്ന 3 അലങ്കാര മത്സ്യങ്ങളായിരുന്നു. ഇതിനോടകം ആർ യു ഷുവറിൻ്റെ ഒരുപാട് എഡിറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എസ്പെഷ്യലി ആ സ്വിമ്മിംഗ് പൂൾ എഡിറ്റ്സ് ഒക്കെ കണ്ട് കിളി പാറിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഷോ എത്ര പേര് ഓൾറെഡി കണ്ടിട്ടുണ്ട് എന്നുള്ളത് കമൻസിലൂടെ പറയണം കേട്ടോ. ഫസ്റ്റ് എപ്പിസോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിലെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു ഷോപ്പിങ്ങിന് പോവുകയുണ്ടായി. അവിടെ ഒരു ആർമി അവരെ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബോട്ടിങ് നടത്തുമ്പോൾ JKക്ക് ബാലൻസ് കിട്ടാതെ വെള്ളത്തിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. സംഭവം JK വെള്ളത്തിൽ കയറുന്നതിന് മുന്നേ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ JKക്ക് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാലൻസ് തെറ്റി വെള്ളം തൊടാൻ പറ്റി. എനിക്കതല്ല, നമുക്കറിയാലോ ജങ്കുക്ക് എത്രത്തോളം കോമ്പറ്റീറ്റീവാണ് റൺ എപ്പിസോഡ്സിൽ. പക്ഷേ ഇവിടെ എന്ത് പറ്റിയാവോ ജങ്കുക്കിന് തൻ്റെ വീഴ്ച ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജിമിനാണെങ്കിൽ ചിരി നിർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. ജിമിൻ്റെ ചിരി കേട്ടാൽ കൂടെ നമ്മളും ചിരിച്ചു പോകും, അത്രയ്ക്ക് രസമായിരുന്നു. അവസാനം ജങ്കുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കറക്റ്റായി ഫോളോ ചെയ്ത് നന്നായി എന്നെ തുഴഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അന്നൊരു ക്യാമ്പയിൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുകയും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ജങ്കുക്കാണെങ്കിൽ വീണ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിമിൻ ഷുഗേനെ വിളിച്ച് ഒരുപാട് നേരം അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് രണ്ടാമത്തെ എപ്പിസോഡിലെ JK ബൈക്കിലും ജിമിൻ ക്രൂവിന്റെ കൂടെ കാറിലുമായിരുന്നു യാത്ര. കുറച്ച് സമയം അങ്ങനെ റോഡ് ട്രിപ്പ് ഷൂട്ടൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. JK ബൈക്ക് ഓടിക്കുന്ന ഒരുപാട് എഡിറ്റ്സ് ഒക്കെ ആ ടൈമിൽ ട്രെൻഡിങ്ങിലായിരുന്നു. U&I സോങ് ഒക്കെ ഇട്ട് ഒരുപാട് ദലൂലു ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെ ഒരു ഹൈക്കിംഗ് സ്പോട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു ഫോറസ്റ്റ് തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. നല്ല കൊതുക് ശല്യം ഉണ്ടായിരുന്നു. ജിമിന് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു അതൊക്കെ. എന്നാൽ JKക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അപ്പോൾ ജങ്കുക്ക് പറയണേ ഹെങ്ങിൻ്റെ ബ്ലഡ് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ടായിരിക്കും ഹെങ്ങിനെ മാത്രം കൊതുക് അറ്റാക്ക് ചെയ്യുന്നതെന്ന്. അതിനിടയ്ക്ക് അവിടെ വലിയൊരു മരം കണ്ടപ്പോൾ ജിമിന് ഓടിപ്പോയി അതിൻ്റെ ഹൈറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ജങ്കുക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജിമിനെ കളിയാക്കാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ്സാക്കണുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ജിമിനാണെങ്കിൽ പണ്ട് ചെറുപ്പത്തിൽ ഫാമിലിയുടെ കൂടെ ഹൈക്കിങ്ങിന് പോയ കഥയൊക്കെ പറയുണ്ടായി. അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് അവർ യാർഡിലോട്ടാണ് പോയത്. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീനറി ഒക്കെ അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ ജിമിൻ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ജങ്കുക്ക് ആ ടൈമിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജിമിൻ എഴുന്നേറ്റ ശേഷം രണ്ടും കൂടെ ബോട്ടിൻ്റെ മണ്ടയ്ക്ക് കയറിന്ന് കൊച്ചു പിള്ളേരെ പോലെ അടി കൂടുന്നുണ്ടായിരുന്നു. പിന്നെ അടിയൊക്കെ കഴിഞ്ഞ് ടൈറ്റാനിക്കിലെ പോസൊക്കെ കൊടുത്ത് ആ യാത്ര എൻജോയ് ചെയ്ത് കളിക്കായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ജിമിൻ പിന്നെയും കിടന്നുറങ്ങായിരുന്നു. മേ ബി ജിമിന് ഫുഡൊന്നും പിടിക്കാത്തത് കൊണ്ട് സ്റ്റൊമക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ആള് ഭയങ്കര ടയേർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ജിമിൻ്റെ ഉറക്കത്തെക്കുറിച്ച് JK ചോദിച്ചപ്പോൾ ജിമിന് വയറിന് നല്ല സുഖമില്ലാന്നും പിന്നെ നൈറ്റ് മെയർസ് കാരണം തലേന്ന് നന്നായി ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം അവരുടെ താമസ സ്ഥലത്തേക്ക് എത്തി. പിന്നെ അവർ ഫുഡ് കഴിക്കാൻ ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയപ്പോൾ ജങ്കുക്കാണെങ്കിൽ കൊച്ചു കുട്ടികളെ കണക്ക് ഏതോ ഒരു സ്നാക്കൊക്കെ തെരഞ്ഞ് ആ കട മൊത്തം ഓടിച്ചാടി നടക്കുമായിരുന്നു. അവസാനം ജിമിൻ JKനെ തപ്പി നടക്കേണ്ട അവസ്ഥ വരെയായി.
정구가 cheese. 정구가 cheese. അതിൻ്റെ അടുത്ത ദിവസം എഴുന്നേറ്റ് പാടെ ജങ്കുക്കാണെങ്കിൽ തലേ ദിവസം വാങ്ങിച്ച സ്നാക്കാണ് കഴിച്ചത്. പിന്നെ അവർ പാത്രം കഴുകണ സ്പോഞ്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. പോണ വഴി മഴയൊക്കെ പെയ്ത് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഫണ്ണായിരുന്നു. ആ സമയത്ത് ബൈക്കിൽ പോകുമ്പോൾ മഴയും കൂടെ കാറ്റൊക്കെ കൊണ്ടിട്ട് ജെയ്ക്ക് പറയുന്നത് ജിമിന് ഒട്ടും കേൾക്കാണ്ടായിരുന്നില്ല. കേൾക്കുന്നില്ല കമ്പിളി പുതപ്പ്, ആ ഒരു മൊമെന്റ് ആയിരുന്നു. ഷോപ്പിൽ വെച്ച് ഷോപ്പ് കീപ്പർ ആയിരിക്കാം ജെയ്ക്കേനോട് BTS അല്ലേന്ന് ചോദിക്കുമ്പോൾ മേ ബി എന്ന് പറഞ്ഞ് ജെയ്ക്ക് അവരെ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. Yeah? Are you from South Korea? Maybe? Yeah. 아니 누군지 모를 수도 있잖아 우리를. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു സെക്കൻഡ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. എനിക്കറിയാം വളരെ ചുരുക്കി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് തേർഡ് എപ്പിസോഡിലാണ് വീടെ ഗസ്റ്റ് റോൾ എൻട്രി ഉള്ളത്. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അന്യോം.